ഹലോ ഗായ്സ്. സോ ഇന്നത്തെ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ചിക്കൻ വാങ്ങിക്കാൻ പോയതാണ്. പക്ഷേ കിട്ടിയ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാനുള്ള ചിക്കനായിരുന്നു. അന്നേരം വിചാരിച്ചു സൂപ്പ് ഉണ്ടാക്കാമെന്ന്. അതിന് ചുമ്മാ ഒരു ഇതിന് വേണ്ടി ഇട്ടതാണ്. ഇതൊക്കെ 2-3 കൊല്ലം മുമ്പ് വാങ്ങിച്ച സാധനങ്ങളാണ്. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ മാത്രമല്ല, എൻ്റെ പുതിയ റൂംമേറ്റും കൂടെ ഉണ്ട്. പുള്ളിക്കാരിക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് ഞാനിപ്പോൾ 3 നേരം ഫുഡ് കഴിച്ച് ഒക്കെ പോകുന്നു. സോ നമുക്കപ്പോൾ ഇവിടെ ഉള്ളത് കുറച്ച് എനർജിക്ക് നമുക്ക് മോൺസ്റ്റർ കുടിക്കാം. കണ്ടോ, ഇത് സൂപ്പിന് ഉള്ള ഫ്ലൈഷാന്ന് ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പം അത് കണ്ടില്ല. ഇനി വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങിക്കണം. ഇതിനെ ക്ലീൻ ചെയ്യാനുണ്ട്. സോ നമുക്കിതിന് വേണ്ടത് തക്കാളി, ഉള്ളി, മല്ലിച്ചപ്പ് കിട്ടിയില്ല. പക്ഷെ ഉള്ള മല്ലിച്ചപ്പ് വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. യാ. സോ പിന്നെന്താ, പട്ട, ഗ്രാമ്പു, ഇതിനൊക്കെ എന്താ പറയുന്നത് തമിഴില്? ഇതെനിക്കറിയില്ല. എന്താ പറയാ? ഗ്രാമ്പു എന്നല്ലേ പറയാ? അതെ, തമിഴിലെ ഗ്രാമ്പ്. പട്ടഗ്രാം തമിഴിലെ തന്നെ. ഓക്കെ. പുള്ളിക്കാരി ഹാഫ് തമിഴാണ്. സോ ഓക്കെ. ഇഞ്ചി, ജീരകം, പിന്നെന്താ വെളുത്തുള്ളി, ഉപ്പ്, കുരുമുളക് പൊടി, എണ്ണ, ഇത്ര മതി. ബാക്കിയെല്ലാം ഇത്രയല്ലേ ഉള്ളൂ? ഇനി ബാക്കി പരിപാടിയിലോട്ട് പോവാം. കുരുമുളക് പൊടി അതെല്ലാം പറഞ്ഞു. ഇത് ആക്ച്വലി നമുക്കിത് കൂടുതലും വേണം. ഇത് മല്ലിച്ചപ്പ് നമുക്ക് കുറേ വേണം. പക്ഷെ നമ്മുടെ കയ്യിൽ ഇല്ല സാധനം. അപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. സോ ഗൈസ്, ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇതിൽ അരയ്ക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ജീരകം, കുറച്ചല്ല കേട്ടോ, ഫുൾ ജീരകം ഇടുന്നു. പിന്നെ ഇഞ്ചി, ഇതൊന്നും കയ്യിൽ കിട്ടണില്ലല്ലോ. പിന്നെ വെളുത്തുള്ളി, കുറച്ച് ഇതും കൂടി ഇട്ട് അരച്ചു. മല്ലിച്ചപ്പാ. സോ ഗൈസ്, നമ്മൾ ഇതിനെ അരയ്ക്കണം. അപ്പോഴേക്ക് രാവിലെ ആവും. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ ആണോ? മണത്തേക്ക് ആണല്ലേ? என்னென்ன சொல்றா பாத்தீங்களா? இவ என்னென்ன சொல்றா? എന്നതാണ്? ഓക്കെ. അപ്പൊ ഇതെന്താ ഇത്ര പോലെ? ഇത് മുറിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കത്തിക്ക് നല്ല മൂർച്ചയുണ്ട്. നല്ല മൂർച്ചയുണ്ട്, നല്ല മൂർച്ചയുണ്ട്. ഓ മൈ ഗോഡ്. ഓക്കെ. സോ ഗൈസ്, നമ്മുടെ ഇറച്ചി ക്രിസ്റ്റീന നല്ല ആരോഗ്യമുള്ളൊരു കുട്ടിയായതുകൊണ്ട് അടിപൊളിയായിട്ട് വെട്ടി തന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകി വൃത്തിയാക്കണം അല്ലേ? കഴുകിക്കോ. ഓക്കെ. നമ്മളിത് ഇടാറേ ഉള്ളൂ, എടുക്കാറില്ല പണി. കുറച്ചിടാം. സോ ഗൈസ്, ഇതിൽ ജീരകം എന്നാണ് എഴുതിയെങ്കിലും നമുക്ക് കടുക് വേണം, മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, കുരുമുളക് പൊടി വേണം. ശരാശരി കുക്ക് ചെയ്യുന്ന ഏത് മനുഷ്യൻ്റെ വീട്ടിലും ഇത്തിരി കരിയും പുകയൊക്കെ ഉണ്ടാവും. അങ്ങനെ ആയിട്ടുള്ളൊരു പാത്രമാണ് ഇത്. അപ്പോൾ നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ ഇതാണ് ഇപ്പോൾ ഉള്ളത്. ആക്ച്വലി ഇന്ന് നല്ല വെതറാട്ടോ. മഴയില്ല, മഞ്ഞില്ല, വെയിൽ ഇത്തിരി ഉണ്ട്, തണുപ്പും കുറച്ച് തണുപ്പുണ്ട്, നല്ല രസമുണ്ട്. കൊഞ്ചം എണ്ണ എന്നാ പറയുന്നത്? ജർമ്മൻ അറിയില്ലാത്തണ്ട് നമ്മൾ മലയാളം സംസാരിക്കും. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി. സോ നമ്മൾ കുറച്ച് എണ്ണ അതിൽ ഒഴിക്കുക. കടയിടാൻ പോകുന്നു. എണ്ണ ചൂടായിട്ടുണ്ട്. എന്താ ഇപ്പം ഇടാൻ പോകുന്നത്? ഉള്ളി. ഓക്കെ. ഏലക്കയും പട്ടയും ഗ്രാമ്പും ഇനി ഇടണം അല്ലേ? ഓക്കെ. സോ ഗൈസ്, ചെറിയൊരു സാങ്കേതിക പ്രശ്നം കൊണ്ട് എൻ്റെ ഫോൺ ഓഫായിപ്പോയി, ചാർജ് തീർന്നു. ഇതിൽ ഇനി എന്താ ഇടാൻ പോകുന്നത്? നമ്മൾ നേരത്തെ അരച്ചു വെച്ച സംഭവം ഇതിൽ ഇടുന്നു. ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യണം. സോ ഗൈസ്, മണം എല്ലാം വരുന്നുണ്ട്. കൊള്ളാം. ഉള്ള മല്ലിച്ചപ്പും ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് എന്തുണ്ടാക്കാം. ഇനി കുറച്ച് മുളക് പൊടി, കുറച്ച് എരിവിന് വേണ്ടി പച്ചമുളക് ഇടാം മോസ്റ്റ്ലി. പക്ഷെ നമ്മുടെ കയ്യിൽ പച്ചമുളക് ഇല്ല. അതുമില്ല. കുറച്ച് കുരുമുളക് വേണമായിരുന്നു. നമ്മുടെ കയ്യിൽ കുരുമുളക് ഇല്ല. അപ്പൊ കുരുമുളക് പൊടി ഇടുന്നു. കൂടുതൽ ഇടാൻ പാടില്ല. അങ്ങനെ ഇട്ടാ ഇട്ടാ മറ്റേ
ഒരുമാതിരി കുരുമുളകിന്റെ ഒരു ഷവാന്ന് പറയുന്നത്. ചൊവ്വ അങ്ങനെ വരും. നമ്മുടെ ചിക്കൻ ഇടേണ്ടത്. ചിക്കൻ ഇടാൻ പോകുന്നതാണ് നമ്മൾ. നെക്സ്റ്റ് ടൈം ഞാൻ സൂപ്പ് ഉണ്ടാക്കാൻ പഠിക്കും. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അറിയത്തില്ല ഗൈസ്. എനിക്ക് ഇങ്ങനെ പാൻ കേക്ക്, എന്താ ഐസ് കഫേ അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാറിയുള്ളൂ. ഇതുപോലത്തെ സാധനങ്ങളൊന്നും ഇതൊക്കെ ഉണ്ടാക്കി പഠിക്കണം. അപ്പൊ നല്ല ചെക്കന്മാരെ കിട്ടും അല്ലേ ക്രിസ്റ്റീന? ദൈവത്തിനറിയാം. നമ്മൾ ബോയ്സിനെ കയ്യിലെടുക്കുന്നത് ഫുഡ് വെച്ചിട്ടാണ് നാളെ കുറെ പേരെ പറയുന്നത്. അങ്ങനെയൊന്നുമല്ല. പിന്നെ അറിയില്ല. അഥവാ കിട്ടിയാലോ? കിട്ടിയാ എന്ത് വേണം? എന്ത് കിട്ടിയ ചെക്കനെ കിട്ടിയാല് ഇത് കണ്ടിട്ട് ചെറുക്കം വരത്തില്ല എന്നാ തോന്നുന്നു. വെറും എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ളത്ര വെള്ളം ചേർത്ത് കൊടുക്കണം. ഓക്കെ, നമ്മുടെ ചിക്കൻ്റെ അവസ്ഥ ഇപ്പൊ ഇങ്ങനെയാണ്. ഇത്തിരി വെള്ളം നമ്മൾ ഇതിൽ ഒഴിക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. പാത്തീங்களா? ഐസ്ക്രീം ഒന്നും അധികം കഴിക്കരുത്. ഐസ്ക്രീം ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര തടി വയ്ക്കും. ആക്ച്വലി തടി വെക്കും പറയുന്നുണ്ട്. ഫുഡ് വേണ്ട പറയുന്നുണ്ട്. പക്ഷെ കഴിക്കുന്നുണ്ട്. നമ്മൾ കഴിക്കണം. നമുക്ക് ആകെ ഒരു ലൈഫേ ഉള്ളൂ. നമ്മൾ എല്ലാ സാധനവും കഴിക്കണം. ഡയറ്റ് എടുക്കാൻ തോന്നുമ്പോൾ ആദ്യത്തെ ഒരു ദിവസം മാത്രമേ എടുക്കാം. ഒരു ദിവസം ഒന്നും പോകത്തില്ലെങ്കിലും നമുക്ക് പിന്നെ മെലിയാൽ നമുക്ക് ഇനി സമയം കിടക്കുമല്ലേ. ജിമ്മിൽ പോകാൻ മെലിയാത്ര. പക്ഷെ ഇപ്പൊ കഴിക്കും. ഇതൊന്നും ഈ കിട്ടത്തില്ല. ഇത്ര നാൾ ഞാൻ ബ്രെഡായിട്ട് ജീവിച്ചോണ്ടിരുന്നേ. ഇങ്ങനത്തെ സാധനമൊന്നും എനിക്ക് കിട്ടത്തില്ല. അപ്പം ഉള്ളപ്പോൾ നമ്മളത് യൂട്ടിലൈസ് ചെയ്യണം ഗൈസ്. സോ ഇപ്പൊ ഇതിന്റെ കോലം ഇങ്ങനെയാണ്. കൊള്ളാം. കോലം മീൻസ് ഇതിന്റെ അവസ്ഥ എന്ന് ഞാൻ പറയാം. എന്താ മോനെ. സോ ഇതിന്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെയാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ടേസ്റ്റിന് ഇത്തിരി ചിക്കൻ മണമുണ്ട് ഗൈസ്. നല്ല മണമുണ്ട്. രണ്ടുപേര് കുക്ക് ചെയ്യുമ്പോൾ ഒരാൾ പാത്രം കഴുകാൻ തുടങ്ങും. അല്ലെങ്കിൽ ആ പാത്രം കഴുകാൻ തീരത്തില്ല ഗൈസ്. നമ്മൾ ഉപ്പ് ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പൊ ഉപ്പ് ഇത്തിരി മഞ്ഞപ്പൊടി ഇടണം അല്ലേ? ഇടണം. എൻ്റെ പാത്രം കഴുകളെല്ലാം കഴിഞ്ഞു. ഇനി ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഇതങ്ങ് കുടിച്ചാ മതി. എനിക്ക് ഇതുപോലെ ആവാം. ഇതിന്റെ കുറച്ചുകൂടെ ഇത്തിരി കൂടെ ഇതില് കുറച്ച് അതാ പറഞ്ഞേ. എനിക്ക് ഇതിന്റെ കുറച്ച് കൂടുതൽ, തനിക്ക് ഇതിന്റെ കുറച്ച് കുറവാ വേണ്ടത്. അപ്പൊ ഓരോരുത്തർക്ക് അതാണ്. എല്ലാവർക്കും എല്ലാം കിട്ടണമെന്നില്ല ഗൈസ്. ഇപ്പൊ ഞാൻ തിന്നും. കുറച്ച് കഴിഞ്ഞിട്ട് തടി കുറയ്ക്കും. കുറച്ച് എപ്പോ എല്ലാം തിന്നു കേട്ടെ. ചബ്ബി ഗേൾസിന് ഇഷ്ടമുള്ള ആണുങ്ങളുണ്ട്. അപ്പൊ ഇത് ഞങ്ങൾക്ക് കിട്ട പണി. ഇങ്ങനെ ഇഷ്ടമുള്ള ആണുങ്ങളുണ്ടാവും. നമ്മൾ അതല്ലല്ലോ ഫോക്കസ് ചെയ്യണം. ശരിക്കും പറയല്ല, നല്ല മണമുണ്ട്. ഉണ്ട്. ഷെഫ് ഞാനാണ്. അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നത്. എനിക്ക് കുക്കിംഗ് പഠിക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പഠിക്കും. ഇത് ടേസ്റ്റ് ചെയ്യട്ടെ. ആയോ ഇത്? കുറച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഇത് കുടിച്ച് പവർ ആവണം. എന്തിന്? ഒരു കാര്യമില്ല. ഇതൊന്നും ഒന്നല്ല. ഒരിക്കലും എനിക്ക് നല്ല മസിൽ ഉണ്ടായിരുന്നു ജിമ്മിൽ പോയപ്പോൾ. ഇപ്പൊ ഇതെല്ലാം തൂക്കിക്കിടക്കും. നമുക്ക് തടിയുള്ളത് കുഴപ്പമില്ല. നമുക്ക് മാറ്റാൻ സമയമുണ്ട്. ഇഷ്ടമുള്ള ഫുഡ് നമുക്ക് ഇപ്പോഴേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അത് കഴിക്കുക. പലരും പലതും പറയും. എഗാൽ ഇത് ഞങ്ങളേക്ക് നോക്കി കളിയാക്കുന്ന കാര്യമാണല്ലേ? അല്ല. എനിക്ക് ഇങ്ങനെയാണ്, തനിക്ക് ഇങ്ങനെയാണ്, അങ്ങനെയല്ലേ? ഇതിലിനി വെള്ളം ആഡ് ചെയ്യാൻ വേണ്ട. ഇനി വെള്ളം ആഡ് ചെയ്താൽ പിന്നെ കുടിക്കാൻ പറ്റില്ല. കൊണ്ട് കളയാനേ പറ്റത്തുള്ളൂ. നമ്മള് ആദ്യം
2 കപ്പാണെങ്കിൽ ആ 2 വെള്ളത്തിൽ തന്നെ നമ്മളത് പ്ലാൻ ചെയ്യണം എത്രയാണോ നമുക്ക് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഓക്കെയാണ്. ഓക്കെ. പിന്നെ ഉപ്പും എരിവും എല്ലാം സെറ്റായി. ഐ ഹോപ്പ്. ഹോപ്പിയില്ലെങ്കിലും നമ്മളിത് കുടിക്കും. വേറെ വഴിയില്ല, വേറെ വഴിയില്ല, വേറെ വഴിയില്ല. ഞാൻ ഒന്നാമത് ഭയങ്കര ചിരിക്കുന്ന ആളാണ്. ഇതോടെ ചിരി നിർത്താൻ പറ്റില്ല. ഞാൻ പണ്ട് സ്കൂളിലൊക്കെ നമ്മള് നാഷണാന്തവും അപ്പൊ ഞങ്ങളൊരു ടീമായിട്ടാണ്. ഒരു 7th തൊട്ടേ അങ്ങനെ തന്നെയാണ്. ഞാൻ ആൻമരി ഐശ്വര്യ ഞങ്ങളാണ് എല്ലാത്തിനും ഇങ്ങനെ പ്രെയർ ഇതൊക്കെ ചൊല്ലുന്നത്. ഒരു പ്രാവശ്യം നാഷണാന്തത്തിന്റെ സമയത്ത് അതുപോലെ തന്നെ പ്രെയറിന്റെ സമയത്ത് ചിരിച്ചിട്ടുണ്ട്. അത് എല്ലാരും ഇങ്ങനെ നിക്കുക. ഈ കുഞ്ഞു സ്പൂൺ മതിയോ? എല്ലാരും നിക്കുന്ന സമയത്ത് മൈക്കിൽ ചിരി. നാഷണൽ സമയത്ത് ചിരിച്ചിട്ടുണ്ട്, പ്രെയറിന്റെ സമയത്ത് ചിരിച്ചിട്ടുണ്ട്, വഴക്കും കിട്ടിയിട്ടുണ്ട്. ചിരി മാത്രം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്തായിരിക്കും പണ്ടം കണ്ട് നടന്ന കാര്യം ആലോചിച്ചിരിക്കുന്നത്. അതിനിടയ്ക്ക് എനിക്ക് ചിരിക്കുന്ന ഒരാളോട് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ചിരി നിർത്താനേ പറ്റത്തില്ല. ഗൈസ്, കോരി കുടിക്കാനുള്ള സൂപ്പ് നമ്മുടെ കയ്യിലുണ്ട്. ഇത് എത്ര ദിവസം നിൽക്കും? 1 ദിവസമേ നിൽക്കത്തുള്ളൂ. ഇതെല്ലാം കുടിക്കുവോ? പവറാ. എന്നിട്ട് ഇറക്കുന്ന സമയത്ത് കഴിഞ്ഞാ ഇറക്കാം. എന്തിറക്കാനോ? ഇതെന്നത് ഇറക്കാനോ? മല്ലിച്ചപ്പ് അവസാനം ഇറക്കുന്ന സമയത്ത്. ഓ, ഇത് വാങ്ങുന്ന സമയത്ത് ഈ മീൻ. ആ, ഓക്കെ. അതിനൊക്കെ ഇറക്കാന്ന് പറയാ. ഓക്കെ ഓക്കെ. മല്ലിച്ചപ്പ് ഫോർ. ഇതൊക്കെ ഓണാണ്. ഇതൊക്കെ എഡിറ്റ് ചെയ്യാൻ കഷ്ടമാണപ്പാ. അതൊന്നും പറയാതെ. ഓക്കെ, ഇട്ടിട്ടുണ്ട്. ചിക്കൻ സൂപ്പ് റെഡി, എല്ലാരും വാങ്ങ. കണ്ടിട്ടുണ്ടോ? ഫേമസ് ആണ്. അതേതാ? തമിഴ്നാട്ടില് ഒരു തമിഴൊന്നും നമ്മൾ കാണുന്നില്ല. ഇതെടുക്ക്. ആക്ച്വലി ക്യാമറ ഓൺ ആണ്. ഗൈസ്, അങ്ങനെ നമ്മുടെ സൂപ്പ് റെഡിയായി. നമുക്കത് ടേസ്റ്റ് ചെയ്യാൻ, കുടിക്കാൻ, സെറ്റാക്കാം. ഗൈസ്, എനിക്കിനി ഒരു പാനിപൂരിയൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടാക്കാൻ അറിയണമെന്നുണ്ട്. അറിയാമോ അതൊക്കെ? ഉണ്ടാക്കുവോ നന്നായിട്ട്? കഴിവിങ്ങനെ വേണം കൊടുക്കുക. കഴിവേറ് തന്നെ. എന്ത് സാധനം ഉണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ്. ചിക്കൻ കറി, പന്നിക്കറി. ഗൈസ്, ഇനി നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാൻ, കുടിക്കാം. അത്രേ ഉള്ളൂ, കഴിഞ്ഞു, കഥം. ഓക്കെ. ഉങ്ങളിടം ഇருந்து വിടൈപ്പെറുவது ഉങ്ങൾ. ഇത് അറിയുന്നല്ല. കുഴിയുള്ള കരണ്ടി വാങ്ങിക്കാനോ? കരണ്ടി മീൻസ് കയ്യിൽ. ഏത് ഭാഷയാണ്? ഇത് എന്താ പറയുന്നത് അപ്പൊ നിങ്ങള്? ഇതിന് തവി. തവിക്കാണ് ഗൈസ് കരടി എന്നൊക്കെ പറയുന്നത്. നമ്മുടെ യൂണിഫോം നമ്മൾ ഊരാൻ പോവുകയാണ്. ഹാഫ് മലയാളം ഹാഫ് തമിഴ് ആയാലും ഇങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നം വരും. നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ മലയാളീസിന് മനസ്സിലാവില്ല, അവർക്ക് മനസ്സിലാവില്ല. ഇതിപ്പോ ഒരു ദിവസം എത്ര സ്പ്രാഹയാണ്? ഇപ്പൊ എന്റെ ജർമ്മൻ മിണ്ടുന്നില്ല, പൊക്കോട്ടെ. ഇംഗ്ലീഷ്, അത് തമിഴ്, മലയാളം, താഴെ ചെന്ന് കഴിഞ്ഞാല് ശ്രീലങ്കൻ തമിഴ്, ഇത് വേറെ തമിഴ്, മലയാളം. എനിക്കവിടെ ഹിന്ദി ഉണ്ടേ. ഹിന്ദി നമുക്കറിയില്ല. 8ാം ക്ലാസ് വരെ ഹിന്ദി അറിയത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പോയി. മുझे तुमसे प्यार है മാത്രം അറിയാം. അത് മാത്രം അറിയുന്നു. അതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ കുച്ചു ഹോത്താ ഹേ. അത് കംപ്ലീറ്റ് ആയില്ല ആ സെന്റൻസ്. ഏത് സെന്റൻസ്? മുझे तुमसे प्यार करती हूं. मुझे तुमसे प्यार है. അങ്ങനെയും പറയാം. അതൊക്കെയല്ലേ ആവശ്യമുള്ളതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ഇതൊക്കെയാണ്. അതെ, മുझे പപ്പി തും. എന്താ തുപ്പി ഇടുന്നു? മുझे പപ്പി തും. എന്താ? മുझे പപ്പി തും. I want to kiss you. വേണ്ട. സോ ഗായ്സ്, നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി കുടിച്ച് നോക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ, സത്യം പറയാലോ. സോ ഗായ്സ്, അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഉங்களிடமிருந்து விடைபெறுவது ക്രിസ്റ്റീന. എന്ത് ബാക്കി തമിഴ് പറയാ? ഉங்களிடமிருந்து விடைபெறுவது உங்கள் ക്രിസ്റ്റീന.